നമ്മൾ അടുത്തത് ഒരു അണക്കെട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ചർച്ച വരാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇത്തവണ ഈ ചർച്ച വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, നനച്ചിരിക്കാതെ വരുന്ന ദുരന്തങ്ങളെ ഓർത്താണ്. ഏറ്റവും ഒടുവിലുണ്ടായ വയനാട് ഉരുൾപൊട്ടൽ ആരും അവിടെയുള്ള ആളുകളുമായൊക്കെ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും, കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് വന്ന ഉരുൾ ഇവിടേക്ക് എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നേയില്ല. അപ്പോൾ അതുപോലെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ചും നമുക്ക് അത്തരമൊരു ആശങ്ക ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പലതവണ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ബലം പരിശോധിക്കണമെന്നുള്ള ആവശ്യം കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഭൂകമ്പങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ടെക്നോളജിയാണ് പുതിയ അണക്കെട്ടുകൾക്കൊക്കെ ഉള്ളത്. പക്ഷേ അതൊന്നുമില്ലാത്ത ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണോ എന്നുള്ള സംശയം ഈ നൂറ്റാണ്ട് കഴിഞ്ഞ അണക്കെട്ടിനെ സംബന്ധിച്ച് ഉണ്ട്. വിദഗ്ധ സമിതിയൊക്കെ 2012 തോന്നുന്നു ഏറ്റവും ഒടുവിലായി അതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ടൊക്കെ നൽകിയത്. പിന്നീട് അത് സാധാരണ പരിശോധനകൾ മാത്രമേ അവിടെ നടക്കാറുള്ളൂ. അജിംസ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് കൂടുതലായിട്ട് ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച ആശങ്കകൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. ആശങ്കയിൽ കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ആശങ്കയിൽ കാര്യമുണ്ട്. കാരണം ഒരു ഡാം കമ്മീഷൻ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഡീകമ്മീഷൻ ചെയ്യാന്നുള്ളത്. അങ്ങനെ എത്ര വർഷം പറയാൻ? 150 വർഷം. 175. ഒരു ഡാമിൻ്റെയൊക്കെ പരമാവധി കാലത്തിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് സമയമായി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ്. കാരണം ആ ഡാമിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ കാലപ്പഴക്കം മാത്രം മതി. അതിനിപ്പോൾ ബലമുണ്ടോ, അത് റീസ്ട്രെങ്തൻ ചെയ്തോ, ഇതൊന്നും അല്ല കാര്യം. അതിന് അത്രയും പ്രായമുള്ള സാധനമാണ്, അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ്. അതിന് ഒരുപാട് ഡാമുകൾ ലോകത്ത് ഡീകമ്മീഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. നിലവിൽ അതിന് ബലമുണ്ടോ ബലക്ഷയമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അതിനൊരു പ്രായം കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അത് അവിടെ നിലനിർത്തുക എന്നുള്ളത് സുരക്ഷിതമല്ല എന്നുള്ളത് ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അത് ഡീകമ്മീഷൻ ചെയ്താൽ പുതിയ ഡാം വേണോ വേണ്ടേ, ഇതാണ് തർക്കം. അപ്പോൾ ഈ ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ കേന്ദ്ര സെൻട്രൽ വാട്ടർ കമ്മീഷൻ CWC കൊടുത്തൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഡാമിൻ്റെ ബലത്തെക്കുറിച്ചോ ബലക്ഷയത്തെക്കുറിച്ചോ തമിഴ്നാടോ കേരളമോ ഒരാശങ്കയും കമ്മീഷൻ അറിയിച്ചിട്ടില്ല എന്നാണ് അവർ സുപ്രീം കോടതി പറയുന്നത്. അതിനർത്ഥം അത് റീസ്ട്രെങ്തൻ ചെയ്തു എന്ന തമിഴ്നാടിൻ്റെ വാദം കേരളം അംഗീകരിക്കുന്നു എന്നാണ് രേഖാപരമായ തെളിവ്. അതാണ്. പക്ഷേ അവിടെ മുന്നിൽ ഉയരുന്നൊരു പ്രശ്നം, എല്ലാ ഓഗസ്റ്റ് മാസത്തിലും, ഇപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണെന്ന്, എല്ലാ ഓഗസ്റ്റ് മാസത്തിലും കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നൊരു മുറവിളിയാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ കാലവർഷം കഴിഞ്ഞ് ഇനി തുലാവർഷം വരുന്നതുവരെ, തുലാവർഷം അവസാനിക്കുന്നതുവരെ ഈ മുറവിളി ഉയർന്നുകൊണ്ടിരിക്കും. ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങി ഒരു ഒക്ടോബറിൽ അവസാനിക്കുന്ന ഒരു മുറവിളിയാണ് മുല്ലപ്പെരിയാറിന് വേണ്ടിയുള്ളത്. അത് കഴിയുമ്പോൾ അത് അവസാനിക്കും. ഇതുവരെ നമ്മൾ കേട്ടില്ല, ഇപ്പോഴല്ലേ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ആ സമയത്താണ് അവിടെ വെള്ളം ഉയരുക എന്നുള്ളതാണ്. തുലാവർഷം വീഴുമ്പോഴാണ് കൂടുതലായിട്ട് വെള്ളം ഉയരുക. സ്വാഭാവികമായ ആശങ്കയാണ്, അതിൻ്റെ ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്ന മനുഷ്യർ സ്വാഭാവികമായ ആശങ്കയാണ്. അപ്പോൾ ഒരു പുതിയ ഡാം വേണം എന്നുള്ളത് കേരളം പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അവിടെ പുതിയ ഡാം വേണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു നിലപാട്. ഏത് സർക്കാർ വന്നാലും അത് പറയാറുണ്ട്. കാരണം പുതിയ ഡാം പണിയുക എന്നുള്ളത് ഏത് ഭരണാധികാരികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്തെങ്കിലും പണിയുക എന്നുള്ളത് എപ്പോഴും സർക്കാരുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചും അത് ഇഷ്ടമായിരിക്കും. പുതിയ ഡാം പണിയുക ഒരു വികസന പ്രവർത്തനമാണല്ലോ. 600 കോടി മറ്റാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്. എത്ര കോടിയാണെങ്കിലും അത് പണിയുക എന്നുള്ളൊരു സർക്കാരിനെ സംബന്ധിച്ച്, മന്ത്രിസഭയെ സംബന്ധിച്ച് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് പണിയുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, പുതിയ ഡാം വന്നാൽ പുതിയ കരാർ വരും. അത് നിലവിലുള്ള കരാറാണല്ലോ പ്രശ്നം. 999 വർഷത്തേക്കുള്ള കരാർ, പാട്ടം. അപ്പോൾ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ആ നദി ഒഴുകുന്നത് കേരളത്തിലൂടെയാണ്. ആ ഡാം ഓപ്പറേറ്റ് ചെയ്യുന്നത് തമിഴ്നാടാണ്. അവിടെ നിന്നുള്ള വെള്ളം കൊണ്ടുപോകാൻ മാത്രമല്ല, വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രൊവിഷൻ കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. 999 വർഷത്തെ കരാർ എന്നുള്ളത് ഒരു സി അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിന് പറ്റിയൊരു വലിയ അബദ്ധമാണ്. കാരണം അങ്ങനെ ഒരു കരാറില്ലല്ലോ. അതായത് മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ കരാർ അങ്ങനെ തന്നെ വാക്കുകൾ പോലും മാറ്റാതെ പുനരാവിഷ്കരിച്ച് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്, പുതിയ പ്രൊവിഷനുകളോടുകൂടി. അപ്പോൾ 999 വർഷത്തേക്ക് ഒരു ഡാമിൻ്റെ ആയുസ് 100 വർഷം കൂടുതലില്ല. എന്നിട്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ മണ്ടത്തരമാണ്, അബദ്ധമാണത്. അപ്പോൾ പുതിയ ഡാം വരികയാണെങ്കിൽ പുതിയ കരാർ വരും. ആ കരാർ ഒരിക്കലും തമിഴ്നാടിന് ഗുണകരമായിരിക്കില്ല. അങ്ങനെ 1000 വർഷത്തേക്ക് 999 വർഷത്തേക്കൊന്നും കരാർ എഴുതാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ തമിഴ്നാട് അതിനെ എതിർക്കുകയാണ്. തമിഴ്നാടിൻ്റെ പ്രശ്നം എന്താണ്? പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ ആ ഡാം കേരളത്തിൻ്റെ ആവും, അതിൻ്റെ കസ്റ്റോഡിയൻ കേരളമായി മാറും, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേരളമാവും. അതുപോലെ ഈ 999 വർഷത്തെ കരാറും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടുമോ എന്നുള്ള ആശങ്കയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിന്ന് നോക്കൂ, സ്റ്റാലിനും പിണറായി വിജയനും വ്യക്തികൾ എന്ന നിലയിൽ, രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ എത്ര അടുപ്പമുള്ളവരാണ്, രാഷ്ട്രീയമായി തന്നെ അടുപ്പമുള്ളവരാണ്. ഞങ്ങൾ കേരള മാതൃകയാണ് പിന്തുടരുന്നത് സ്റ്റാലിൻ പലപ്പോഴായി പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ അത്രയും അടുപ്പമുള്ള രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഇത്രയും സെൻസിറ്റീവായിട്ടൊരു വിഷയത്തിൽ ഒരു എഗ്രിമെൻറ്റിലെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എഗ്രിമെൻറ്റിലെത്താൻ കഴിയും. ഇപ്പോൾ സ്റ്റാലിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് തന്നെ തീർക്കാവുന്ന ഒരു പ്രശ്നമാണിത്. നിങ്ങൾക്ക് വെള്ളം തരാം, ഞങ്ങൾക്കൊരു പുതിയ ഡാം മതി. സംസ്ഥാന സർക്കാരാകട്ടെ അതിന് ഡാമിനുള്ള സ്ഥലം കണ്ടു വച്ചിട്ടുണ്ട്.
അത് ഒരു കരാറിലൂടെ കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? തമിഴ്നാടിന് ഒരിക്കലും വെള്ളത്തിന് മുട്ടുണ്ടാവാത്ത രീതിയിലുള്ള ഒരു കരാർ ഉണ്ടാക്കുക, ഡാമിൻ്റെ ഓപ്പറേഷൻ കേരളത്തിന് കൊടുക്കുക, കസ്റ്റോഡിയൻ കേരളമായി മാറുക. ഇതിനെന്താണ് പ്രശ്നം? അപ്പോൾ ഇത് എന്താണ് ഈ ഒരു പോപ്പുലർ പ്രഷറിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വശത്ത് കേരളത്തിൽ നിന്ന് ഈ മുറവിളി സോഷ്യൽ മീഡിയയിലാണ് വരിക, തമിഴ്നാട്ടിൽ അതല്ല, തമിഴ്നാട്ടിൽ അവിടെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ തമിഴ്നാടും കേരളത്തിനും കഴിയേണ്ടതാണ്. അങ്ങനെ എഗ്രിമെൻറ്റിൽ എത്തിയിട്ട് കേന്ദ്രത്തെ സുപ്രീം കോടതി അറിയിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും. പക്ഷേ എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. അതിപ്പോഴും മനസ്സിലാവാത്ത കാര്യം. പക്ഷേ അത് നേരത്തെ നമുക്ക് ഒരുപാട് തവണ ഇതേപോലെ അജിംസ് പറഞ്ഞ പോലെ ഓരോ ഓഗസ്റ്റിലും ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു തവണ വലിയ പ്രക്ഷോഭം തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി. പക്ഷേ ഒരു തരത്തിലും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അല്ല, പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴേ ഒന്നാമത്തെ കാര്യം ആളുകളുടെ ആശങ്കയെ നമ്മൾ മാനിക്കണം. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം നേരത്തെ നൗഫൽ പറഞ്ഞാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്ക് ആശങ്കയും പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ ആസൂത്രിതമായ പരിഭ്രാന്തികൾ ഉണ്ടാക്കി ആളുകളെ ഇങ്ങനെ ടെററൈസ് ചെയ്യരുത്, ആളുകളെ അധിക ഭയാശങ്കയുള്ളവരാക്കി ഉറക്കമില്ലാത്ത മനുഷ്യരാക്കി മാറ്റരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നേരത്തെ പറഞ്ഞാൽ എല്ലാ വർഷവും അനുഷ്ഠാനം പോലെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്ക വരും. ചിലപ്പോൾ അത് വലുതാവും. ഒരു 2011 12 മറ്റാണ്, ഞാനന്ന് റിപ്പോർട്ടറിലാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അത് ഭയങ്കര സംഭവമാക്കി. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ഒരു വരവിൻ്റെ സമയത്ത് അവിടെ ആഞ്ഞ് കത്തുകയാണ്. സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഈ പ്രശ്നത്തിനകത്തേക്ക് TV ചാനലുകൾ മുഴുവൻ എടുത്ത് ചാടി, പിന്നെ മുഴുവൻ ചപ്പാത്തെന്ന് പറഞ്ഞ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രാത്രി ചർച്ചയും റിപ്പോർട്ടിങ്ങും VS അച്യുതാനന്ദൻ വരുന്നു. ആകപ്പാടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പ്രശ്നം, മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ള വൻ ഭയപ്പാടുണ്ടാക്കലാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ഭയന്ന് അമ്മയുടെ സാരിത്തുമ്പ് ദേഹത്ത് കെട്ടിക്കിടന്ന കഥയൊക്കെ ഉണ്ട്. എന്നിട്ട് അന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള PJ ജോസഫിൻ്റെ കമൻറ്റ് ഓർമ്മണോ? ഇപ്പോൾ കേൾക്കും നമുക്കത് ഓർക്കുമ്പോൾ ചെറിയ ചിരിയ വരിക. പക്ഷേ എന്നിട്ട് നമ്മൾ 13 വർഷം നമ്മൾ അതിജീവിച്ചു, ഉറങ്ങി, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾ അമിതമായ ഭയാശങ്ക ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നു. സുപ്രീം കോടതി എന്താ ചെയ്തത്? സുപ്രീം കോടതി ഒരു 5 അംഗ കമ്മിറ്റിയെ വെച്ച് എന്താണ് ഈ സംഭവം എന്ന് പഠിക്കാൻ പറഞ്ഞു. സുപ്രീം കോടതി പഠിക്കാൻ പറഞ്ഞ ആളുകൾക്ക് ടെക്നിക്കൽ വിദഗ്ധരുണ്ട്, നിയമ വിദഗ്ധരുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഇത് പഠിച്ചിട്ട് എന്താണ്? കേരളം പറഞ്ഞ 136 142 ഫിക്സ് ചെയ്തു വെള്ളത്തിൻ്റെ കണക്ക്. 126 വർഷം പഴക്കമുള്ള ഒരു ഡാമിനെക്കുറിച്ചും അതിൻ്റെ ബലത്തെക്കുറിച്ചും പഠിക്കാൻ സുപ്രീം കോടതി വളരെ സയൻറ്റിഫിക്കായ സ്റ്റഡി നടത്തിയിട്ട് ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തുന്ന സുപ്രീം കോടതി അന്ന് അവസാനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾ ഇത് എല്ലാ മാസവും പരിശോധിക്കണം, എല്ലാ വർഷവും പരിശോധിക്കണം, പരസ്പരം ആശയവിനിമയം നടത്തണം. അങ്ങനെ ഒരു മെക്കാനിസം ഇതിനുണ്ടാവണമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയും ആ ഉത്തരവ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എവ്രി മന്ത് ഇതുമായി ബന്ധപ്പെട്ട അനലൈസിങ് നടക്കുകയും റിപ്പോർട്ട്സ് ഉണ്ടാക്കുകയും കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് സുപ്രീം കോടതി ഉണ്ടാക്കിയ ഒരു മെക്കാനിസമാണ്. ഇപ്പോൾ വീണ്ടും ഇത് പൊട്ടാൻ പോവുകയാണെന്ന് നമ്മൾ പറയുമ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള വാദമുഖങ്ങൾക്ക് അപ്പുറത്ത് പുതിയൊരു എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? പുതിയ എന്തെങ്കിലും സിനാരിയോ ഉണ്ടോ? പുതിയ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? പുതിയ എന്തെങ്കിലും സ്റ്റഡി റിപ്പോർട്ടോ പഠന റിപ്പോർട്ടോ ഉണ്ടോ? ബലക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ എന്തെങ്കിലും സംഗതികളുണ്ടോ? അങ്ങനെയുള്ളപ്പോഴാണ് കോടതിയുടെ മുമ്പിൽ വയ്ക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ സത്യത്തിൽ സയൻറ്റിഫിക്കായ ഒന്നുമില്ല. സുപ്രീം കോടതിക്ക് ഇപ്പം തമിഴ്നാടിനെ സഹായിക്കേണ്ട പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ. സുപ്രീം കോടതി 2 സർക്കാരുകളെയും 2 താല്പര്യങ്ങളെയും കേട്ടതിന് ശേഷം സുപ്രീം കോടതി പഠിക്കാൻ തീരുമാനിക്കുന്നു. കോടതി കണ്ടെത്തിയതാണ്. മറിച്ചൊരു പുനരാലോചനയിലേക്ക് പോകാൻ കോടതിയെ സംബന്ധിച്ച് പുതിയ സംഗതികളൊന്നുമില്ല. പുതിയ സംഗതി എന്താണ്? സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ പൊട്ടാൻ പോവുകയാണ്, 4 ജില്ലകൾ തകരാൻ പോവുകയാണ്, 40 ലക്ഷം മനുഷ്യർ ഇപ്പം മരിക്കും, ഇതാ ഒരു ജലബോംബ് പൊട്ടാൻ പോകും, ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഡാം വളഞ്ഞു, ഇതിന് താഴെ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന ഭയപ്പാടുണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള മനുഷ്യന്മാരായിട്ട് മാറേണ്ടതുണ്ട്. കാരണം നമുക്കൊരു സിസ്റ്റത്തിനകത്തേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കുന്ന വൈകാരിക ആവേശത്തിൻ്റെ പുറത്ത് കയറി ജീവിക്കാൻ പറ്റത്തില്ല. തമിഴ്നാടിന് നമ്മളോടെന്തോ വിരോധമുണ്ടോ? തമിഴ്നാടിന് ഒന്ന് ആലോചിച്ച് നോക്കണം. തമിഴ്നാട്ടിലെ 5 6 ജില്ലകൾ നനയുന്നത് ഈ ഇവിടുത്തെ വെള്ളം വെച്ചിട്ടാണ്. അവരുടെ ജീവനും ജീവിതവുമാണ് ഇവിടുത്തെ വെള്ളം. വെറുതെ കേരളമായിട്ടുള്ള എന്തെങ്കിലും അധികാര തർക്കത്തിൻ്റെ പേരിൽ മലയാളികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടല്ല. അവരെ സംബന്ധിച്ച് അവർ വെള്ളം വരുമ്പോൾ അതിനെ തൊട്ട് നമസ്കരിക്കുന്ന വീഡിയോ കണ്ടില്ല. കാരണം അത്രയും അവർക്ക് പവിത്രമാണത്. അതുകൊണ്ടേ അവർക്ക് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അത്രയും മഴ കുറവുള്ള, വെള്ളമില്ലാതെ അതിജീവിക്കാൻ കഴിയാത്തൊരു സംസ്ഥാനമാണ്. പക്ഷേ പുതിയൊരു ഡാം കിട്ടിയാൽ അവർക്ക് വെള്ളത്തിന് ആണ്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും സയൻറ്റിഫിക് റീസൺ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് പൊളിക്കുമ്പോൾ. ശരിയാണ് അജിംസ് പറഞ്ഞ പോലെ അവർക്ക് അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന അവരുടെ പവർ നഷ്ടപ്പെടും, ഓപ്പറേഷണലായിട്ടുള്ള അത് നടത്തിപ്പ് വായസ് നഷ്ടപ്പെടും. അതിൻ്റെ പ്രശ്നം അവർക്കുണ്ട്. കാരണം വെള്ളം കിട്ടില്ല എന്നുള്ള ഭയാശങ്കയാണ് അതിന് കാരണം. അല്ലാതെ ഇത് വേറെ പ്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല, അവർക്കൊന്നും കൊടുക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അത് അവിടുത്തെയും രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പോൾ അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് റെസ്പോൺസിബിളായി വേണം ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ. ആളുകളുടെ ആശങ്ക കാലാവസ്ഥ മാറുമ്പോൾ, മഴ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇത് മൊത്തം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അന്തരീക്ഷം ഉണ്ടാക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം ആയിക്കോണം, നമ്മൾ തമിഴ്നാടും കേരളവും ഒറ്റ
മനസ്സുള്ള രണ്ട് സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ തന്നെ വിശേഷിപ്പിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കുന്ന, വയനാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ 5 കോടി രൂപ ആദ്യം പ്രഖ്യാപിക്കുന്നു. തമിഴ്നാടിൻ്റെ എത്ര ദൗത്യ സംഘങ്ങളാണെന്നറിയോ വയനാട്ടിൽ വന്ന് കിടക്കുന്നത്? അവരുടെ IAS ഓഫീസർമാരുണ്ട്, അവരുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഇഷ്ടം പോലെ വണ്ടികൾ വന്നിട്ടുണ്ട്, അവിടെ നിന്നുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അത്രയും തമിഴ്നാട് നമ്മളോട് സാഹോദര്യ ബന്ധത്തിൽ പോകുന്ന സംസ്ഥാനങ്ങളാണ്. അത് രണ്ടിൻ്റെയും പൊളിറ്റിക്കൽ സ്വഭാവം, രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം. സൗത്ത് ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. സൗത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ നിർണായകമായ പ്രാധാന്യമുള്ള 2 സംസ്ഥാനങ്ങളാണ്. ആ സാഹോദര്യ ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്ന തരത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ പാടില്ല. അതുണ്ടാകുന്ന സാധ്യത കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുള്ള ഭയങ്കരമായ വ്യാജ പ്രചരണങ്ങളാണെന്നും, വ്യാജ പ്രചരണങ്ങൾ, ആക്രമിക്കപ്പെട്ടു, റേപ്പ് ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ള വൻ കഥകളുണ്ടാക്കുകയും പച്ചക്കറി വണ്ടി തടയുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നം 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നല്ല സാഹോദര്യത്തെ ഇല്ലാതാക്കുകയും ആ സാഹോദര്യമില്ലായ്മ, ആ സംഘർഷം ആഗ്രഹിക്കുന്ന ആരാണെന്ന് നമ്മൾ ഓർക്കണം. ആരാണ് സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ കുത്തിപ്പൊക്കി വിടുകയാണ്. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ആണോ? ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പലതിനെയും അതിൻ്റെ ഉത്ഭവത്തെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കാണണമെന്നാണ് ഞാൻ പറയുക. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആളുകളുടെ കൺസേൺ വയനാട് ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സീരിയസ് ആയി തന്നെ എടുക്കുമ്പോൾ തന്നെ ഇറസ്പോൺസിബിൾ ആവരുത് എന്ന കാര്യം എല്ലാ എലമെൻസും ആലോചിച്ച് 2 തവണ ആലോചിച്ച് മാത്രം അഭിപ്രായം പറയാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ പോയിന്റ്. യെസ്, അങ്ങനെ അണക്കെട്ടിലും അതോടൊപ്പം തന്നെ നമ്മുടെ അയൽപ്പക്ക ബന്ധത്തിലും വിള്ളലുകൾ വീഴാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവും. നമസ്കാരം.